ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് തെന്മലയിലെ കഴുതുരുട്ടിയിലാണ് കേട്ടോ. കഴുതുരുട്ടിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അമ്പനാട് ഹിൽസ് വഴി ആനച്ചാടി വഴി നമ്മൾ കറങ്ങി വീണ്ടും നമ്മൾ വേറൊരു റൂട്ടിൽ കൂടെ കഴുതുരുട്ടിയിൽ വരും. അപ്പം അടിപൊളിയൊരു യാത്രയാണ്, കാട്ടിനകത്തൂടെ ഉള്ളൊരു യാത്രയാണ് കേട്ടോ. അപ്പം ആനയും അതും ഇതൊക്കെ ഉള്ള ഒരു കാടാണ്. അപ്പോൾ നമ്മൾ ഡേഞ്ചർ ഒരു വഴിയാണ് കേട്ടോ. അങ്ങനെ ആളുകൾ പോണ വഴിയൊന്നുമല്ല, അത്യാവശ്യം അവിടെ ഉള്ളവരൊക്കെ പോകുന്ന വഴിയാണ്. നമ്മൾ അതുവഴിയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ആനച്ചാടി വഴിയാണ്. നമ്മൾ ഇതിലേ പോകുന്ന റൂട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. അത് ഫുള്ള് കട്ടറായി കിടക്കുന്ന റൂട്ടാണ്. ഇപ്പോൾ അമ്പനാട്ടോട്ട് പോകുന്നത് റോഡ് മൊത്തവും കട്ടറ. ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിതിലേ വഴി ഏകദേശം നമ്മളിപ്പം മുകളിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പ്, നല്ല കോടയായിട്ടില്ല, പക്ഷേ നല്ല തണുപ്പ്, നല്ല കാറ്റുമുണ്ട്, നല്ല തണുപ്പുമുണ്ട്, നല്ല ഐസ് കണക്ക് തണുക്കുന്നു. ഞാൻ ഏത് അങ്ങ് കിടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും കണ്ടില്ല, ഇല്ല ഇതുവരെ വന്നില്ല. അങ്ങൊരെണ്ണം കിടക്കുന്നുണ്ട്. ആനച്ചാടി വഴി അങ്ങ് പോകാമല്ലേ? ഇതവിടെ കാണിക്കണോ? ആ ആ ആ ആ എനിക്കറിയാം, ഞാൻ വന്നിട്ടുണ്ട്. ആ വേറൊരാളുണ്ടായിരുന്നല്ലോ, ഒരു ഇച്ചിരി ഇച്ചിരി പ്രായമുള്ള ഒരാൾ. ഉണ്ടല്ലേ? അത് തന്നെ നരച്ച മുടി, മീശയൊക്കെ. കക്ഷിയാണെങ്കിൽ എനിക്ക് പൈസ കൊടുക്കണ്ട കേട്ടോ, പുള്ളിക്കാരൻ കയറ്റി വിടും. രസീറ്റൊന്നും കൊടുക്കണ്ട, വണ്ടി നമ്പർ എഴുതിയിട്ട് പുള്ളിക്കാരൻ കയറി പോകാൻ പറയും. എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇത് പുതിയ ആൾക്കാരാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വരുത്തോളൂ. അപ്പോൾ ആനച്ചാടി വഴി നമുക്ക് പോവാം. ഇപ്പം നമ്മൾ പോകുന്നത് അവിടെ കുറച്ച് അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഒരു ചെറിയ വെള്ളച്ചാട്ടവും, പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആനയെ കാണാം. ആനയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊന്നും കാണാതിരുന്നാൽ മതി, ദൂരെ കണ്ടാൽ മതി. എൻ്റെ വണ്ടിയുടെ നമ്പർ എനിക്ക് തന്നെ കാണാതെ അറിയത്തില്ല. കൊള്ളാം. ഇവിടെ ഫുള്ളും തമിഴ്നാട്ടുകാരാണ് കേട്ടോ. ഇവരുടെ ഈ ഓഫീസൊക്കെ തെങ്കാശിയിലാണ്. ഇത് ഫുള്ളും തമിഴ്നാട്ടുകാരെ കയ്യിലാണ്. ഇത് ഫുള്ളും ഇവിടെ എങ്ങും ആളും മാനമൊന്നും ഇല്ല. നമ്മൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആനയുടെ ഒരു താവളമാണ് കേട്ടോ. ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. കഴിഞ്ഞോ? ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല. തേയില ഫാക്ടറി. ബാക്കിൽ വണ്ടി ഉണ്ടോ? ഒരു ഹോണടി കേട്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ആന ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ റോഡിലൊക്കെ ആന ഇറങ്ങിയിട്ടുണ്ട്.
കമ്പുകളൊക്കെ ഒടിച്ചിട്ടിരിക്കുന്നത്. അതാണ്ട് ഇതുവഴിയാണ് ആന ഇറങ്ങി വരുന്നത്. ആണ്ട കണ്ടോ? അതുവഴി ആന ഇറങ്ങി വരും. ഞങ്ങളൊരു ദിവസം ഇവിടെ ഒരു സംഭവത്തിനെ കണ്ട്, എന്തോ കുറുനഴിയോ അങ്ങനെ ഏതാണ്ടായിരുന്നു. കുറുക്കനില്ലല്ലോ, കുറുക്കൻ്റെ ആണൊക്കെ ഒരു സംഭവമാണ് കണ്ടത്. പക്ഷേ അത് ഓടി ഓടി അങ്ങ് കാട്ടിലോട്ട് പോയി. ഇവിടെ വെച്ചാണ് കണ്ടത് അത്, ഈ സ്പോട്ടിൽ. രാവിലെ വന്നപ്പം അടിപൊളി കേട്ടോ, നല്ല കാഴ്ചകൾ, നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്, നല്ല കുത്തുന്ന തണുപ്പുണ്ട്. ഇവിടെ ഈ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ തമിഴാണ് കേട്ടോ കൂടുതലും. പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ തമിഴാണ് പറയുന്നതൊക്കെ. തമിഴ്നാട്ടുകാരാണ് ഇത് ഫുള്ള്. അതുകൊണ്ടാ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇവിടെ കുറച്ച് വീടുകൾ, ലയങ്ങളുണ്ട് കേട്ടോ. വീടുകളല്ല, ലയങ്ങൾ. ഇവർ താമസിക്കുന്ന ലയങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടാണോ പോകണ്ട, അങ്ങോട്ടാണോ പോകണ്ട? അങ്ങോട്ടാ. ഞാൻ വന്നതാ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം, മറന്നുപോയി. ഇപ്പം നമ്മൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു തേയില ഫാക്ടറി ഉണ്ടായിരുന്നു, അത് കാണാൻ പറ്റിയില്ല. നമ്മൾ നേരെ ഇങ്ങ് പോരുന്നു സംസാരിച്ച്. ഒരമ്മ വരുന്ന നോക്കെ, എന്ത് പ്രായമുണ്ട്, ഒരു 90 വയസ്സെങ്കിലും കാണും. പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകാൻ തോന്നുന്നു. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, അടിപൊളി വെള്ളച്ചാട്ടമാണ്. അടിപൊളിയല്ലേ, അടിപൊളി. ഒരു പള്ളിയുണ്ട് കേട്ടോ, മുസ്ലിം പള്ളി, ഒരു പഴയ പള്ളി, ഒരുപാട് പഴക്കമുള്ളൊരു പള്ളി. അതൊന്ന് ഇറങ്ങി എടുത്താലോ. അവിടെ ഒരു ലൈൻ കണ്ടോ, മൊത്തവും ഇങ്ങനെ തകർന്നാണ് കിടക്കുകയാണ്. എല്ലാത്തിൻ്റെ മുകളിലും ഡിഷ് ആൻറ്റിനയൊക്കെ വെച്ചിരിക്കുന്നു. താമസം ഉണ്ടോയെന്നറിയാൻ വയ്യ. താമസം ഉണ്ടേ. സംഭവം ബക്കറ്റും വെള്ളമൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇടിഞ്ഞു വീഴുന്ന കണക്ക് ഇരിക്കുന്ന ഒരു ലയമാണത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ച ഉണ്ടോ, പൊളിയല്ലേ, അടിപൊളിയല്ലേ. നല്ല ഇരുട്ടാണ് കേട്ടോ, നല്ല ഇരുട്ടായിട്ട് കിടക്കുകയാണ്. ആ അമ്മ അങ്ങനെ നടന്ന് പോകണമൊക്കെ. നമ്മളൊക്കെ നടക്കും ഇതേ കണക്കുള്ള സ്ഥലത്തൂടെയൊക്കെ. കുറച്ച് നടക്കുമ്പോൾ നമുക്ക് ഉളുക്കി പിടിക്കും. അപ്പോൾ ഇതൊരു മുസ്ലിം പള്ളി, ഇതൊരു അത്ഭുതമായിട്ട് തോന്നി എനിക്ക് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഇത് സൂപ്പറല്ലേ, നോക്കെ. ഇങ്ങനെ ഒരു പള്ളി ഞാൻ ലോകത്തെവിടെയും കണ്ടിട്ടില്ല. ഇവിടെ മാത്രമേ കണ്ടോളൂ, ലോകത്ത് ഇവിടെ മാത്രമേ കണ്ടോളൂ. ഇതാണ് ആ പള്ളി. എല്ലാം ഇടിഞ്ഞു പൊഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കല്ലേലൊക്കെ കയറി ചവിട്ടുമ്പോൾ എല്ലാം ഇളകിപ്പോവും. ഇതൊരു പള്ളിയാണ്. അതിനകത്ത് ഒരു കതവുണ്ട്, അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അതിനകത്തൊരു കതക് കാണുന്നു, ഇവിടെ നിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നുമില്ല സംഭവം. നിസ്കാര പള്ളിയൊന്നുമല്ല. വലിയ പള്ളിയാണ് കേട്ടോ. ബാക്കിലോട്ട് സ്ഥലമുണ്ട് കണ്ടോ, വലിയൊരു പള്ളിയാണ്, അത്യാവശ്യം വലിയൊരു പള്ളിയാണ്. ബാക്കിലോട്ടൊക്കെ കൊണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ നിസ്കാരവും പ്രാർത്ഥനയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ.
കോളാമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ പള്ളിയേക്കാളും വലിയ കോളാമ്പിയൊക്കെയാണ്. ഭയങ്കരം കോളാമ്പി നോക്കേ. ഇത് പൊളിയാണ് കേട്ടോ. ഈ സ്ഥലം ഒരു പൊളി സ്ഥലമാണിത്. അടിപൊളി അടിപൊളി. അപ്പോൾ അടിപൊളി, നല്ല രസമുണ്ട് ആ പള്ളി കാണാനായിട്ട്. ഒരു ഭയങ്കരമായ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ കെട്ടിയ പള്ളിയാന്ന് തോന്നുന്നത്. അന്നൊക്കെ കെട്ടിയ പള്ളി അതൊക്കെ. ആ കല്ലും ആ സംഭവമൊക്കെ നിങ്ങൾ കണ്ടോ? അതൊക്കെ അന്ന് കെട്ടിയ പള്ളിയാണത്. പ്രാവശ്യം വന്നപ്പോഴും ഇതേ കണക്കൊരു പള്ളി കയറി. ഇത് കണക്കല്ല, അത് ആൾക്കാരൊക്കെ വരുന്ന പള്ളിയാണ്. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ആരുമില്ല അവിടെ. പിന്നെ ജീവനക്കാരും കേട്ടോ. അപ്പം അതൊരു ഡേഞ്ചറസ് സ്ഥലവുമാണ്. അത് അടിപൊളിയായിരുന്നത് കേട്ടോ. ഇതൊരു വേറെ ഒരുപാട് പഴക്കമുള്ള ഒരു പള്ളിയാണ് ഇത്. അടിപൊളിയാണ്. എന്തോ കിളി പറന്നങ്ങ് പോയി. നല്ല തണുപ്പ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നത് റോഡിലെ. ആനപ്പിണ്ടമൊക്കെ ഇങ്ങനെ ചതഞ്ഞരിഞ്ഞ് കിടക്കുന്നത്. ഫ്രഷൊന്നുമല്ല, 3-4 ദിവസം ആയതാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഗേറ്റും ഒക്കെ കാണുന്നുണ്ട്. കയറിപ്പോവാം. ഞാൻ മുമ്പ് വന്നപ്പം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. കയറിപ്പോവാം. ഇവരുടെ ഓഫീസും കുറച്ച് ലയങ്ങളും ഒക്കെ ആണ്. ഇതൊരു വ്യൂ പോയിൻ്റ് കണക്കാണ് കേട്ടോ. ഇവിടെ ഒരു കുരിശടിയൊക്കെ ഉണ്ട്. ഇതൊരു വ്യൂ പോയിൻ്റ് കണക്കുള്ളൊരു സ്ഥലമാണിത്. അങ്ങോട്ടൊക്കെ വഴി കാണുന്നുണ്ട്. അങ്കണവാടി കെട്ടിടമാണത്. നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം. നല്ല തണുപ്പ് കേട്ടോ. അതിൻ്റെ മുകളിലൊരു ചർച്ച് കണ്ടോ? ഇവിടെയൊക്കെ മുകളിൽ കയറി പോകുന്നവരെ സമ്മതിക്കണം. നേരെയുള്ള റോഡ് 10 അടി നടക്കാൻ വയ്യ നമുക്കൊന്നും. ഇനിയാണ് ഡേഞ്ചർ സ്ഥലമാണ് കേട്ടോ. ആന ഇറങ്ങുന്ന, ആനകൾ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇച്ചിരി കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുറച്ച് വീടൊക്കെ ഉണ്ട്. ആ വീടെല്ലാം കഴിഞ്ഞാൽ പിന്നെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണിത്. മയിലിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ വീടൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീടുകളൊന്നും ഇല്ല. നമ്മൾ ജിമ്മിനൊന്നും പോകണ്ട കേട്ടോ. ഇതിലേക്കൂടെ വണ്ടി പിടിച്ചാൽ മതി, അടിപൊളിയായിരിക്കും. കൊഴുപ്പൊക്കെ കുറയും. ഒരു പാറ ഇരിക്കുന്നതൊക്കെ ഇപ്പം വീഴാൻ പോകണമൊക്കെ ഇരിക്കുന്നത്. ഇവിടെ എല്ലാവിടെ ചർച്ചുകളുണ്ട് കേട്ടോ. അമ്പലം ഇപ്പോഴാണ് കണ്ടത് ഒരെണ്ണം. ഇതിനകത്ത് കയറിയിട്ട് ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ നമ്മളൊരു 3-4 ചർച്ച് ഉണ്ട്. ഒരു പണ്ടത്തെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ കോളാമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അവിടെ ആരെങ്കിലും വരുമായിരിക്കാം എന്തോ. അവിടെ ലയങ്ങളൊക്കെ ഉണ്ട്. താഴെ ഒരു 2-3 ലയങ്ങളുണ്ട്. 3 ലയങ്ങൾ. പിന്നെ ഈ റോഡൊക്കെ അടിപൊളിയായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് പോയി കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ അങ്ങോട്ടൊക്കെ ക്യാമറ വെച്ച് കാണിക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഒരു മയിൽ നിൽക്കുന്നതൊക്കെ പീലി വിടർത്തുന്ന കണക്ക് നിൽക്കുക കേട്ടോ. പതുക്കെ പറന്ന് പോയില്ലേക്കുള്ള കാണുന്നുണ്ടോ? അതാണ്ട ആ മരത്തിൻ്റെ മുകളിൽ പറക്കൂ മയിലേ. പറക്കത്തില്ലേ? പറഞ്ഞാൽ പറക്കത്തില്ല. അടുത്ത് നിന്നാലും പറക്കത്തില്ലേ? പീലി വിടർത്തു മയിലേ. പീലിയൊന്നും വിടർത്തത്തില്ല. പോവാ. അതാണ്ടെണ്ണം നിൽക്കുന്നു. അത് പീലി ഇല്ലാത്ത മയില, പെൺമയില. ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് കാര്യം പറയാ. പോവാം നമുക്ക്.
2 പശുവും ഒരു കുരങ്ങൻ ചക്കയിൽ നിന്ന്. റോഡൊക്കെ നോക്കേ, മൊത്തവും പോയി കിടക്കുകയാണ്. വെയിൽ വന്നു കേട്ടോ. ആ വെയിൽ കൊള്ളാനൊരു സുഖം. ഇപ്പോൾ നല്ല തണുപ്പല്ലായിരുന്നോ? തണുപ്പത്ത് ഇങ്ങോട്ട് ഇറങ്ങി വെയിലുണ്ടപ്പോൾ ഒരു സുഖം. നമ്മൾ ഊട്ടിയിലൊക്കെ ചെന്നിട്ട് വെയിൽ കൊള്ളുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു സുഖമുണ്ടല്ലോ, ആ സുഖമാണ് ഈ സുഖം. പൊന്നു മക്കളെ, ഓഫ് റോഡ് മാത്രം ഇഷ്ടപ്പെടുന്നവർ വന്നാൽ മതി കേട്ടോ. ഇത് ഫുള്ള് ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒരു 2 എപ്പിസോഡായിട്ടാണ് ഇടുന്നത് കേട്ടോ. നമ്മൾ അവിടെ നിന്നും എടുത്ത് ഇവിടെ നിന്നും എടുത്ത് അങ്ങ് ഇടയല്ല. നമ്മൾ ഫുള്ളും ഇവിടുത്തെ ആ ഒരു കാഴ്ച നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഫുള്ള് മൊത്തത്തിൽ. ഇവിടെ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം ഇതാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്. വെള്ളം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് ഇവിടെ കാണാൻ. പക്ഷേ ഇവിടെ ആനയൊക്കെ ഇറങ്ങും കേട്ടോ. ഇവിടെ നിൽക്കുന്നത് കുറച്ച് വെള്ളമേ ഉള്ളൂ. നമുക്ക് കുളിക്കാനൊക്കെ പറ്റും ഇവിടെ. അങ്ങ് ചാടാനൊന്നും പറ്റത്തില്ല. നല്ല മഴയില്ലല്ലോ ഇവിടെ. മഴയില്ലാത്തത് കൊണ്ട് വെള്ളവും കുറവാണ്. കാല് നനയ്ക്കാം എന്തായാലും. നല്ല ഐസണൊക്കെ തണുക്കുന്നുണ്ട് കേട്ടോ. അന്ന് വന്നപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. അടിപൊളി തണുപ്പ്. അപ്പോൾ ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഫുള്ളും ആന ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത്. നല്ല അടിപൊളി തണുപ്പാണ്. അന്ന് വന്നപ്പോഴത്തെ ആദ്യം വന്ന ഒരു ദിവസം ഞാനിവിടെ വന്ന് മൊത്തം കുളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു, എനിക്ക് കുളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പം വെള്ളം കുറവ്, വളരെ വെള്ളം കുറവ് കേട്ടോ. ഒട്ടും വെള്ളമില്ല. നമുക്ക് എന്തായാലും കുറച്ചും കൂടെ പോയിട്ടെ തിരിച്ചു വരാം. ഇങ്ങോട്ടൊന്നും ആളുകളെയൊന്നും കണ്ടില്ല കേട്ടോ. അതാണ്ട ഈ വഴിയൊക്കെ അതാണ്ട് ഈ വഴിയാണ് ഞാൻ പറഞ്ഞ ആന ഇറങ്ങുന്ന വഴി. ഇതുവഴി ആന ഇറങ്ങിയിട്ട് അങ്ങ് താഴോട്ട് പോകും. ആനയുടെ ഒരു മെയിൻ സ്ഥലമാണ്, വഴിയാണിത്. ഒന്നിനെയും കാണുന്നില്ല, എല്ലാം ഉള്ളോട്ടൊക്കെ നിൽക്കുകയായിരിക്കും. നമുക്ക് നോക്കാം, ഭാഗ്യമുണ്ടേ കാണാം. അടുത്തൊന്നും വരായിരുന്നാൽ മതി, ദൂരെ നിന്ന് കാണാം. നോക്കട്ടെ. ആനയൊന്നും കണ്ടില്ല. ഇവിടെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വരാൻ. ഞാൻ പതുക്കെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ ആന നിന്നാലേ നമുക്കറിയാൻ പറ്റത്തില്ല, അതാണ്. ഇതൊരു നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ എന്തായാലും നമുക്ക് നിന്നാൽ കാണാൻ പറ്റും സംഭവം. അവിടെ ഒരു പാറ ഇരിക്കുന്നതൊക്കെ ഇല്ല, മുട്ട എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പാറ ഉണ്ടോ, മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു പാറ. 3 എണ്ണം ഉണ്ട്. 2 എണ്ണം താഴോട്ട് അതേ കണക്കുള്ള 2 പാറ കണ്ടോ. കൊള്ളാമല്ലേ. അതുകൊണ്ട് ഇവിടെ ഫുള്ളും ആനയുടെ കേന്ദ്രമാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് താഴോട്ട് പോയാൽ വണ്ടി വളയ്ക്കാൻ പറ്റുമെന്നറിയാൻ വയ്യ. പോകണോ, അങ്ങോട്ടൊന്ന് പോകണോ? ഇവിടെയൊക്കെ എന്തായാലും സംഭവിച്ചാൽ പോലും ആരും അറിയത്തില്ല. അത്രയ്ക്ക് റിസ്ക് പിടിച്ച വഴിയാണ്. എന്തായാലും നമുക്ക് താഴോട്ടൊന്ന് പോവാം, നോക്കാം. ഇവിടുത്തെ വ്യൂ കാണുന്നുണ്ടോ? അടിപൊളിയാണ് കേട്ടോ. അമ്പനാട് ഹിൽസ് വരുന്നവരൊക്കെ നമ്മൾ ആ ടവറിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഒക്കെ അങ്ങ് പോവും. ഇങ്ങോട്ടൊന്നും ആരും വരത്തില്ല. ഇത് ഒറ്റയ്ക്ക് വരരുത് കേട്ടോ. ഒറ്റയ്ക്ക് ആരും വരാൻ ശ്രമിക്കരുത്. ഇത് കണ്ടോ,
ഇതൊരു ഡേഞ്ചർ സ്ഥലമാണ്. ഞാൻ നിങ്ങളെ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത് ഇവിടുത്തെ ആ വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് നിർത്തിയൊന്നും എടുക്കാനൊക്കത്തില്ല കേട്ടോ. വണ്ടി നിർത്തിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും നിന്നാൽ പോലും അറിയത്തില്ല. ഇവിടെ ഡേഞ്ചർ സ്ഥലമാണിത്. ഒരു വല്ലാത്ത സ്ഥലമാണിത്. ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് പോവാം. ഇവിടെ നിൽക്കുന്ന സംഭവം ഉണ്ടാ. ഓഹ്, ഭയങ്കര താഴ്ചയാണ് താഴോട്ടാ. നമ്മളെ വീഡിയോയിൽ എത്ര കിട്ടുമെന്ന് നമുക്കറിയാൻ വയ്യ. ഇത് ഭയങ്കര താഴ്ചയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ആരും ഇല്ല ഇതിൽ. ആ ആനച്ചാടി വഴി പോയാൽ ഇടയ്ക്കൊക്കെ ഒരേ വണ്ടികൾ വരും. ഇതിൽ വണ്ടികളൊന്നുമില്ല. നല്ല ഇപ്പോൾ വെയിലടിക്കുന്നുണ്ട് കേട്ടോ. വെയിലടിക്കുന്നുണ്ട്. നമുക്ക് ആന വഴിയിൽ വല്ലതും നിൽക്കുമെന്നുള്ളൊരു പേടിയാണ്. ആന മാത്രമല്ലല്ലോ, എല്ലാ കുന്തവും കാണത്തില്ലേ. മതി, തിരിച്ചു പോവാം കേട്ടോ. ഇത് വഴിയുണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ വയ്യ. ഇത് എവിടെ പോണ വഴിയാണ്? നരകത്തിലോട്ട് പോണ വഴിയാണെന്ന് തോന്നുന്നത്. അയ്യോ, താഴോട്ട് പോവേ നമ്മൾ. ആനപ്പിണ്ട റോഡിലൊക്കെ. ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റുകാരുടെ ഒരു വണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഫാമിലിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ആനയുണ്ട്, നോക്കി പോണേന്ന് പറഞ്ഞ്. ആന കാണും, നോക്കി പോണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് വണ്ടി ഒതുക്കി ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് അവർ നിർത്തിയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു വണ്ടി വന്നപ്പോൾ ഒരു സമാധാനമായി. ഒരു മനുഷ്യക്കുഞ്ഞുണ്ടെന്ന് ഉള്ള ഒരു ഇതുണ്ട്. ഫോറസ്റ്റിൻ്റെ വണ്ടി കേട്ടോ. അപ്പോൾ ആ സാറ് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന നോക്കി വേണം, ആന കാണുമെന്ന് പറഞ്ഞ്. ഞാൻ ബൈക്ക് അങ്ങനെ ഒതുക്കി കൊടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കാണ് പുള്ളി പറഞ്ഞത്. പുള്ളി ആന ഉണ്ടെങ്കിൽ ഇതെവിടെ പോണ വഴിയാണെന്നറിയാൻ പോയത്. ഇവിടുത്തെ വ്യൂ ഇവിടെ പൊളി സ്ഥലമാണ് കേട്ടോ. നാക്കം തിരിയുന്നില്ല, എന്തൊക്കെ വരുന്നതെന്ന് അറിയാൻ പോയ വായിൽ. ഭയങ്കരമായ മരങ്ങളും അടിപൊളി സ്ഥലമാണിത്. ഞാനിങ്ങനെ മുകളിലോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുക. കാരണം വെച്ചാൽ എന്തെങ്കിലും എവിടെയെങ്കിലും നിന്നാൽ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ആനച്ചാടി പോകുന്നതിനേക്കാളും ഒരു ഡേഞ്ചർ വഴിയാണ് കേട്ടോ ഇത്. ഇത് ആരുമില്ല. മറ്റേത് വല്ലപ്പോഴും ഒരു വണ്ടി വരും ഇതിൽ. ഇപ്പോൾ നമ്മളെ ഫോറസ്റ്റിൻ്റെ വണ്ടി കണ്ട് ഞാനത് തിരിച്ച് വെച്ച് വീഡിയോ എടുത്തായിരുന്നു. ഫോറസ്റ്റിൻ്റെ വണ്ടി കണ്ട്, അത് മാത്രമേ കണ്ടോളൂ. അപ്പോൾ പുള്ളിയും പറഞ്ഞത് പോണത് നോക്കി വേണം, ആനയുണ്ടെന്ന് പറഞ്ഞു. എന്തോ നമുക്ക് തിരിച്ചു പോകാം എന്തായാലും. ഇതങ്ങ് ആരുമില്ല. ഈ റോഡും മോശമാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കി എന്തെങ്കിലും കാണാൻ പറ്റും നമുക്ക്. ആനയൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നിൽക്കാനൊക്കത്തില്ല, അതാണ്. പേടിച്ച് ഇവിടെ നിൽക്കുന്ന എന്തിനാ? തിരിച്ചു പോകാം. ഇതൊരു വെറൈറ്റി സ്ഥലമാണ് കേട്ടോ. ഒറ്റയ്ക്ക് വരണ്ട ആരും കേട്ടോ. അതാണ്ട ഈ ഭാഗത്താണ് ആനയെ കാണുന്നത്. ഈ പാറ നോക്കേ, ഭയങ്കരമായ പാറ. നമുക്ക് വണ്ടി തിരിച്ച് ഞങ്ങൾ പോവാം. വണ്ടി തിരിക്കാനും പാടാ സുഹൃത്തുക്കളെ. വണ്ടി ബാക്കിലോട്ട് പോലും വരുന്നില്ല. താഴോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് കൊക്കയാണ്. എന്താ വണ്ടിയെ ബാക്കിലോട്ട് പോലും വരത്തില്ല ഇതിലെ. ഈ റോഡിൽ വലിയ ഒതള കല്ലുകളൊക്കെ വന്ന് ഇങ്ങനെ വീണ് കിടക്കുന്നില്ല. ഇത് ആന ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി കല്ലുകളൊക്കെ ഇളവി ഇങ്ങനെ വീഴും. ആ കല്ലുകളൊക്കെയാണ് ആ റോഡിൽ ഇങ്ങനെ കിടക്കുന്നത്.
ഇപ്പോഴൊക്കെ വന്ന് വീണ കല്ലാതെ കേട്ടോ. ഇതിനി എപ്പോഴും ചെല്ലും അങ്ങ്. നമ്മളിഞ്ഞ് കുറേ പോകണം. ഇവിടെ കുറച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ആൾക്കാരുള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആരെയും കാണത്തില്ല. നമ്മൾ അത്രയും പോയിട്ടും ആരുമില്ലായിരുന്നു അവിടെയൊന്നും. നമ്മൾ ഓടാൻ പോകത്തില്ലേ, ഓടത്തില്ലേ, അത് കണക്കാണ് ഞാനിപ്പോൾ ഈ ബൈക്കിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. നമ്മൾ ഓടുമ്പം കിതയ്ക്കുമല്ലോ, അപ്പോൾ അത് കണക്കാണ്. ഇത് കിതയ്ക്കുകയല്ല, നമ്മളിങ്ങനെ കുലുങ്ങി കുലുങ്ങി ഉള്ള സംസാരം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ആണ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. വരുന്നാ കാലിച്ച് പൊക്കി കയറണേ, തട്ടല്ലേ. ഇരുന്നാ ഞാൻ അങ്ങോട്ടേന്ന് പോയതാണ്ണ, ചുമ്മാ പോയതാ. അങ്ങോട്ടൊന്നുമില്ല അല്ലേ? അവിടെ പോയപ്പോഴത്തേക്ക് അത് ഭയങ്കര കാട് കണക്ക് വന്നു. ആനയൊക്കെ ഒരു ഫോറസ്റ്റ് വണ്ടി വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ടൊക്കെ ആനയുണ്ടെന്ന് പറഞ്ഞു. ആണല്ലേ? ആ ഡേഞ്ചർ സ്ഥലമാണ്, ഞാൻ കണ്ട അങ്ങോട്ട് പോയി. ഒരു വ്യൂ പോയിൻ്റ് കണക്ക്. ഗേറ്റിനകത്തോട്ടല്ല, ഗേറ്റിന് ഇപ്പുറത്തോട്ട്, ഇടത്തോട്ട്, വലത്തോട്ട് അങ്ങോട്ട് കയറിപ്പോയി. വ്യൂ അത് തന്നെ. നമുക്ക് പോണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഇറങ്ങി വരും അല്ലേ? ആണല്ലേ? ആരും ഇല്ലണ്ണ, ഞാൻ അവിടെ ചെന്നപ്പോൾ ഇരുട്ടായിട്ട് കിടക്കുന്നു, ആരുമില്ല. പിന്നെ പള്ളിയിലൊക്കെ പോകും എല്ലാവരും അല്ലേ? ചന്ത ചന്ത നമ്മളെ കഴുതുരുട്ടിയല്ലേ? അവിടെ ഇന്ന് എന്താ പിന്നെ സാധനങ്ങളെ കൊണ്ട് ഇറക്കുന്നത്. ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട്. ഞാൻ ഇവിടെ ഇല്ല, കുറുക്കൻ്റെ കണക്ക് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ? ഞാൻ ഇവിടെ ഒരു ദിവസം കണ്ടായിരുന്നു. ആണല്ലേ? പക്ഷെ ഒന്നിനെ ഭാഗ്യത്തിന് കണ്ടില്ല. ഇതിൽ പോകാനാണോ? ഇവിടെ നിർത്തിയാൽ മതിയോ? വേണ്ടെണ്ണ, ഞാൻ കുടിച്ചങ്ങ് ഇവിടെ നിന്ന് അവിടെ നിന്ന് കയറിയപ്പോഴേ ചായ കുടിച്ചായിരുന്നു. കാല് പൊക്കി ഇറങ്ങണ. ഇവിടെ ഉണ്ടല്ലേ? ശരിയാണ്. അപ്പോൾ അണ്ണൻ പറഞ്ഞത് കണ്ടോ, അവിടെ പുലിയുണ്ട്, കടുവയുണ്ട്, കരടിയുണ്ട്, കാട്ടുപോത്തുണ്ട്. പക്ഷേ പോകാം, പക്ഷേ ഡേഞ്ചറാണ്, നോക്കി പോകണം. ആനയും ഈ പുലിയൊക്കെ എപ്പോഴാണ് നിൽക്കുന്നതെന്ന് അറിയാനൊന്നും നോക്കത്തില്ല. നമ്മുടെ കഷ്ടകാലം കണക്കിരിക്കും. നമുക്ക് കാണണമെന്നൊക്കെ പറഞ്ഞല്ലേ പോകണം. പക്ഷേ അതൊക്കെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ അടുത്തൊക്കെ വന്നാൽ പണി പാളിയില്ലേ. അപ്പോൾ അതാണ് പുള്ളി പറഞ്ഞത്. പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് കാറുണ്ട് കേട്ടോ. കാറ് വന്നപ്പോഴത്തേക്ക് പിന്നെ പുള്ളി കുറച്ച് നേരം വണ്ടിയിലുണ്ടായിരുന്നു, പിന്നെ കാറിനകത്ത് കയറി. അപ്പോൾ എൻ്റെ അടുത്ത് ചായ കുടിക്കാനും വിളിച്ച്. ഇവിടെ ചായക്കട ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലൊരു ക്യാൻറ്റീൻ ഉണ്ട്. അറിഞ്ഞത് കാര്യമായി. ഒരു ചായ കുടിക്കണം, നമുക്ക് അവിടെ നിന്നൊരു ചായ കുടിക്കാമല്ലോ. നമ്മളിഞ്ഞ് കുറേ കൂടെ പോകണം കേട്ടോ, കുറേ പോകണം.